നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അതായത് ഈ ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ. ബ്രീത്തിങ് സിംപ്ലി മീൻസ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് എക്സ്പെൽഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൗ ഇറ്റ് ഒക്കേഴ്സ് അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് തന്നെയാണ്, അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ. ദറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് എയർ ഇസ് ഡ്രോൺ ഇൻ, അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലേക്കും ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്നിങ് എയറിനെ നമ്മൾ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാം. ആ പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ദറ്റ് ഈസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്രോസ് ആൽവിയോളൈ. ആൽവിയോളയും ബ്ലഡും തമ്മിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളയിലേക്കും വരുന്ന പ്രോസസ്സ്. അതാണ് എക്സ്ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ ഗ്യാസസ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ദറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ്. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ബൈ ബ്ലഡ്, അതാണ് ഗ്യാസ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അതായത് ഓക്സിജനെ ക്യാരി ചെയ്ത ബ്ലഡ് ടിഷ്യൂസിലെത്തുന്നു, എന്നിട്ട് ഓക്സിജൻ ടിഷ്യൂസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ബ്ലഡിലേക്ക് കൊടുക്കുന്നു. അതാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ഫോർ സെല്ലുലാർ റെസ്പിറേഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇൻടേക്ക് ചെയ്യുന്ന ഓക്സിജൻ നമ്മുടെ ലങ്സിലെത്തുന്നു, ആൽവിയോളയിലെത്തുന്നു, ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക് പോകുന്നു, ബ്ലഡിലൂടെ അത് സെൽസിലെത്തുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള എയർ, ഓക്സിജൻ മാത്രമല്ല മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ്. എന്നാൽ ആ മിക്സ്ചർ ഓഫ് ഗ്യാസസ് അത് നമ്മൾ ശ്വസിക്കുന്നു, അത് ലങ്സിലെത്തുന്നു. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ആൽവിയോളയിൽ കൂടി ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡ് ഈ എയറിനെ, ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? ആ ബ്ലഡ് ഓക്സിജനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഓക്സിജനെ സെൽസിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്നു. ടിഷ്യൂസിൽ അല്ലെങ്കിൽ സെൽസിൽ ഈ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു, ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലൂക്കോസ് അതുപോലെ അമിനോ ആസിഡ്സ് അതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എനർജി ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ഓക്സിജനെയും കൊണ്ടുവരുന്നു, ടിഷ്യൂസിന് കൊടുക്കുന്നു. എന്നിട്ട് ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുമല്ലോ, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡ് തിരിച്ച് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ലങ്സിൽ അതായത് ആൽവിയോളയിലേക്ക് സപ്ലൈ ചെയ്യുന്നു, ആൽവിയോളയിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകുന്നു. അതാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഇതാണ് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം പുറമേ നിന്ന് ഓക്സിജൻ ഉള്ളിലേക്ക് എത്തുന്നു, ആൽവിയോളായി വഴി ബ്ലഡിലേക്ക് എത്തുന്നു, ബ്ലഡിൽ നിന്ന് അതായത് ആൽവിയോളായിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫ്യൂഷൻ സർഫസിലൊക്കെ സിമ്പിൾ എപ്പിത്തീലിയമാണ് കാണുന്നതെന്നൊക്കെ. ഡിഫ്യൂഷൻ ബൗണ്ടറിയാണ്. ഡിഫ്യൂഷൻ നടന്നിട്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകാം. അപ്പോൾ ആൽവിയോയുടെ ഉള്ളിലാണ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ബ്ലഡിൽ കുറവായിരിക്കും. അപ്പോൾ ഓക്സിജൻ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക് പോകും. ബ്ലഡിൽ നിന്ന് ഡിഫറെൻറ്റ് സെൽസ് ആൻഡ് ടിഷ്യൂസിലേക്ക് ബ്ലഡ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ. ദെൻ സെൽസിലെത്തിക്കഴിഞ്ഞാൽ സെൽസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കൂടുതൽ, ഓക്സിജൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ ഓക്സിജൻ ഹയർ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്ന ബ്ലഡിൽ നിന്നും എങ്ങോട്ട് മൂവ് ചെയ്യും? ലോവർ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്ന സെൽസിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസിൽ നിന്ന് ബ്ലഡിലേക്ക്. ഇത് ഈ ബ്ലഡ് തിരിച്ച് ലങ്സിലെത്തുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ബ്ലഡിലാണിപ്പോൾ കൂടുതൽ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് ആൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും, എന്നിട്ട് പുറത്തേക്ക് എക്സെയിൽ ചെയ്യും. അതാണ് പ്രോസസ്സ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നടക്കുന്നത്. ഹൗ ഇറ്റ് ഒക്കേഴ്സ്, ഇതെങ്ങനെയാണ് നടക്കുന്നത് അതാണ് നമുക്ക് പറയാനുള്ളത്.
Mechanism of breathing actually involves two steps, that is inspiration and expiration. Inspiration is the intake of air from the atmosphere into the lungs. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിനുള്ളിലേക്ക് എയറിനെ എടുക്കുക, അതാണ് എന്ത് പറയുന്നത്, ഇൻസ്പിറേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എക്സ്പിറേഷൻ. എക്സ്പിറേഷൻ ഇസ് ദ എക്സ്പെല്ലിംഗ് ഓഫ് എയർ ഫ്രം ദ ലങ്സ്. അതായത് ലങ്സിൻ്റെ ഉള്ളിൽ നിന്ന് എയറിനെ പുറത്തേക്ക് തള്ളുക, പുറന്തള്ളുക, അതിനാണ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൗ ദിസ് പ്രോസസ് ഒക്കേഴ്സ് എന്നാണ്. ആ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ആ ലങ്സിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. നമുക്കറിയാം ലങ്സ് 2 ലങ്സ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സ്. അതിൽ റൈറ്റ് ലങ്സിൽ 3 ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ചേമ്പറേ ഉള്ളൂ. പിന്നെ അതിനെ കവർ ചെയ്ത് പ്ലൂറൽ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ ലങ്സിൻ്റെ താഴെയായിട്ട് ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഡോം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ. ദാറ്റ് കാർട്ടിലേജിനസ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് ഡയഫ്രം. അതുപോലെ ലങ്സിൻ്റെ വെൻട്രൽ സൈഡിലായിട്ട് ഇവിടെ സ്റ്റോണമുണ്ട്, ഇവിടെ റിബ്സ് ഉണ്ട്. ഇത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സ്ട്രക്ചർ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇനി എങ്ങനെയാണ് ഇൻസ്പിറേഷൻ നടക്കുന്നത് നോക്കാം. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ എങ്ങനെ ലങ്സിലെത്തുന്നു, അതിൻ്റെ പുറകിലുള്ള മെക്കാനിസം എന്ത്. ഈ പ്രോസസ്സ് നടക്കുന്നത് ഗ്യാസ് ലോ അനുസരിച്ചാണ്. വോളിയം, പ്രഷർ, അങ്ങനെയൊക്കെ ഗ്യാസിൻ്റെ തത്വങ്ങളില്ലേ, അതനുസരിച്ചാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഡ്യൂറിങ് ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഈ പ്രോസസ്സ് ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ, അതായത് എയർ പുറത്തുനിന്ന് ലങ്സിൻ്റെ ഉള്ളിലേക്ക് വരണം. അങ്ങനെ നടക്കണമെങ്കിൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. പ്രഷർ വോളിയം ബന്ധമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ലങ്സിലേക്ക് വരണമെങ്കിൽ, അപ്പോൾ ഒരു ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറുള്ള സ്ഥലത്തേക്കാണ് സാധാരണഗതിയിൽ അത് മൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ ഇൻട്രാ പൾമനറി പ്രഷർ, അതായത് പൾമനറിയുടെ ഉള്ളിലുള്ള, പൾമനറി മീൻസ് ലങ്സിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയുകയും അതേസമയം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയും ചെയ്യണം. മനസ്സിലായോ? ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ പ്രഷർ കൂടിയ സ്ഥലത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഗ്യാസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിലേക്ക് എന്തെത്തണം, നമ്മുടെ എയർ എത്തണം. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ പുറമേയുള്ള പ്രഷർ കൂടുതലായിരിക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലും ഇൻട്രാ പൾമനറി പ്രഷർ കുറവുമായിരിക്കണം. ശ്രദ്ധിക്കുക, പൾമനറി പ്രഷർ അല്ലെങ്കിൽ തൊറാസിക് റീജിയനിലെ പ്രഷർ കുറവായിരിക്കണം. അപ്പോൾ പ്രഷർ കുറവാണെങ്കിൽ എന്ത് കൂടണം? വോളിയം കൂടണം. പ്രഷർ കുറയണം, കാരണം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഗ്യാസ് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൾമനറി പ്രഷർ, ഇൻട്രാ പൾമനറി പ്രഷർ, ലങ്സിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയാണ് വേണ്ടത്. പ്രഷർ കുറയാൻ വേണ്ടി നമുക്ക് വേറൊരു വഴിയുണ്ട്, എന്ത് ചെയ്യാം? വോളിയം കൂട്ടാം. അപ്പോൾ ആ മെക്കാനിസമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഡ്യൂറിങ് ഇൻസ്പിറേഷൻ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, തൊറാസിക് ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള പ്രഷർ വേരിയേഷൻ പൾമനറി പ്രഷറിനെയും അഫക്റ്റ് ചെയ്യുന്നു, ലങ്സിൻ്റെ ഉള്ളിലുള്ള പ്രഷറിനെയും അഫക്റ്റ് ചെയ്യുന്നു. കാരണം എന്താ? തൊറാസിക് ക്യാവിറ്റിയിലാണ് ലങ്സ് ഇരിക്കുന്നത്. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയിലെ പ്രഷർ ഡിക്രീസ് ചെയ്താൽ നാച്ചുറലി എന്ത് ഡിക്രീസ് ചെയ്യും? പൾമനറി പ്രഷറും ഡിക്രീസ് ചെയ്യും. അപ്പോൾ അത് രണ്ടും ബന്ധമുള്ളതാണ്. ഇനി എന്താണ് ഇൻസ്പിറേഷനിൽ സംഭവിക്കാൻ പോകുന്നത്? ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഈ ഡോം ഷേപ്ഡ് ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും, അതായത് ഫ്ലാറ്റൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഡയഫ്രം ഇരിക്കുന്നത്. ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഡയഫ്രത്തിലുള്ള മസിൽസും എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയും. എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ ഈ റിബിൻ്റെ ഇടയ്ക്കുള്ള മസിൽസ്, ഇവിടെയും ഇവിടെയുള്ള മസിൽസാണ് ഈ ആക്ട് ചെയ്യുന്നത്. ഈ 2 മസിലും കോൺട്രാക്റ്റ് ചെയ്യും, ഈ 2 മസിലും ചുരുങ്ങും, കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഡയഫ്രം എന്ത് ചെയ്യും? കോൺട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഡയഫ്രം ഫ്ലാറ്റൻഡ് ആവും. ഇങ്ങനെയായിരുന്ന ഡയഫ്രം എങ്ങനെയാവും? പതുക്കെ ഇതിങ്ങനെയാവാൻ തുടങ്ങും. അതാണ് ഫ്ലാറ്റൻ ചെയ്യാന്ന് പറയുന്നത്, താഴേക്ക് മൂവ് ചെയ്യാം. അതുപോലെ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്റ്റ് ചെയ്യും. എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റേണോം റിബ്സും ഒക്കെ പതുക്കെ ഫ്രണ്ടിലേക്കും സൈഡിലേക്കും മൂവ് ചെയ്യും. മനസ്സിലായോ? അതായത് മുന്നിലേക്ക് ഉന്തി വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് തൊറാസിക് ക്യാവിറ്റിയാണ്.
ഈ പറയുന്നത് തൊറാസിക് ക്യാവിറ്റിയാണ്. തൊറാസിക് ക്യാവിറ്റിയിലെ നമ്മൾ വോളിയം കൂട്ടുകയാണ് ചെയ്യുന്നത്. വോളിയം എങ്ങനെ കൂട്ടുന്നു? ഡയഫ്രം പതുക്കെ താഴേക്കാവുന്നു, അവിടുത്തെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. അതുകൂടാണ്ട് ഈ റിബ്സിൻ്റെ ഇടയ്ക്കുള്ള, ഇതാണ് റിബ്സ് എന്ന് പറയുന്നത്, വാരിയെല്ലുകൾ, ഇതിൻ്റെ ഇടയ്ക്കുള്ള മസിൽസ്, അതാണ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ആ മസിൽസും കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ പതുക്കെ എന്ത് സംഭവിക്കുന്നു? ആ നമ്മുടെ നെഞ്ച് മുന്നിലേക്കും മുകളിലേക്കും, ആ റിബ്സിൻ്റെ മൂവ്മെൻറ്റാണ് പറയുന്നത്, ഫോർവേഡ് ആൻഡ് അപ്വേർഡ് മൂവ്മെൻറ്റ്. അതുകൂടാണ്ട് നമ്മുടെ ഡയഫ്രം കുറച്ച് താഴേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഡയഫ്രം ഫ്ലാറ്റൻഡായി വേർട്ടിക്കൽ വോളിയം, അതായത് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിലുള്ള വോളിയം ഇൻക്രീസ് ചെയ്തു. വേർട്ടിക്കൽ വോളിയം, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വേർട്ടിക്കൽ വോളിയമാണ് കൂടുന്നത്. ഡയഫ്രം ഇതാണ്, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോൾ വേർട്ടിക്കൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടിയില്ലേ? നോക്കൂ, ഡയഫ്രം ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഫ്ലാറ്റ് ആകുമ്പോൾ ഈ പറയുന്ന വോളിയം കൂടുതലായി, അതാണ് പറയുന്നത്. അതുപോലെ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യും. അത് ഈ സ്ട്രിപ്സിൻ്റെയും സ്റ്റേണത്തിൻ്റെ ഇടയ്ക്കുള്ള മസിൽസാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെയും വോളിയം കൂടും. വോളിയം ഇൻക്രീസസ് ഇൻ ഡോസോ വെൻട്രൽ ആക്സിസ്. ഡോസോ വെൻട്രൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും, അങ്ങനെ ഇങ്ങനെയും കൂടും ഇങ്ങനെയും കൂടും. നോക്കിയേ, മൊത്തം തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ചെയ്തു. തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നാച്ചുറലി പ്രഷർ വിൽ കം ഡൗൺ, പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ലങ്സും അതിൻ്റെ ഫലമായിട്ട് എക്സ്പാൻഡ് ചെയ്തു. ആസ് എ റിസൾട്ട് പൾമണറി വോളിയം ഓൾസോ ഇൻക്രീസസ്. ലങ്സും ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുക, ഇങ്ങോട്ട് ഇങ്ങനെയാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി വോളിയം കൂടി. ആസ് എ റിസൾട്ട് പ്രഷർ ഡിക്രീസസ്. നമുക്കറിയാം ഗ്യാസ് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് പോകുന്നത്. അപ്പോൾ എവിടുത്തെ പ്രഷർ കൂടുതലായിരുന്നു? അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുതലായി. അതുകൊണ്ട് എയർ ലങ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു. ദിസ് ഈസ് കോൾഡ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആ നെഞ്ച് എന്നുള്ള ആ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിലേക്കും മുകളിലേക്കും ഒന്ന് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ആ മൂവ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെ കോൺട്രാക്ഷനാണ്. അതിൻ്റെ ഫലമായിട്ട് റിബ്സും സ്റ്റേണവും ലിഫ്റ്റ് അപ്പ്, കുറച്ച് ഫ്രണ്ടിലേക്കും കുറച്ച് മുകളിലേക്കും മൂവ് ചെയ്യും. ഓൾസോ ഡയഫ്രം കോൺട്രാക്റ്റിംഗ്. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വേർട്ടിക്കൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇതാണ് വേർട്ടിക്കൽ വോളിയം ഓൾസോ, പിന്നെ ഡോസോ വെൻട്രൽ വോളിയം, ഈ രണ്ട് വോളിയം കൂടുകയാണ്. ഡോസോ വെൻട്രൽ വോളിയം കൂടാൻ കാരണം എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെ കോൺട്രാക്ഷനും, വേർട്ടിക്കൽ വോളിയം കൂടാൻ കാരണം ഡയഫ്രത്തിൻ്റെ കോൺട്രാക്ഷനും. നോക്കിയേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ആവുകയാണെങ്കിൽ ഇത്രയും വോളിയം നമുക്ക് കൂടുതൽ കിട്ടിയില്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? വോളിയം കൂടി, അതിൻ്റെ ഫലമായിട്ട് പ്രഷർ കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രഷർ കൂടുതൽ അറ്റ്മോസ്ഫറിക് എയറിലാണ്. അതിൻ്റെ ഫലമായിട്ട് അറ്റ്മോസ്ഫറിക് എയർ വിൽ കം ടുവേർഡ്സ് ദ ലങ്സ്. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഇൻസ്പിറേഷൻ. ഇതിനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എക്സ്പിറേഷൻ. ഇതിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് നടക്കുക. അതായത് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം റിലാക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഡയഫ്രം റിലാക്സ് ചെയ്തു. നേരത്തെ ഡയഫ്രം നോക്കിയാൽ താഴേക്കാണ് മൂവ് ചെയ്തത്. ഇനി ആ ഡയഫ്രം തിരിച്ച് ഡോം ഷേപ്ഡായി, കണ്ടോ? അതുപോലെ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും തിരിച്ച് റിലാക്സ് ചെയ്തു, പഴയ രീതിയിലെത്തി. നോക്കിയേ, ഈ ഡയഗ്രാം കമ്പയർ ചെയ്തേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? വോളിയം കുറഞ്ഞു, അല്ലേ? വോളിയം കുറഞ്ഞു. ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഡയഫ്രം റിലാക്സസ്. ആസ് എ റിസൾട്ട് തൊറാക്സ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. തൊറാക്സ് പഴയ സ്റ്റേജിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ തൊറാസിക് വോളിയം ഡിക്രീസ് ചെയ്തു. വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൂടും? പ്രഷർ കൂടും. അപ്പോൾ പൾമണറി പ്രഷർ കൂടും. അപ്പം അതുകൊണ്ട് എയർ എവിടെ നിന്ന് പുറത്തേക്ക് പോവും? ലങ്സിൽ നിന്ന് എയർ പുറത്തേക്ക് പോകും, അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അതിനാണ് എന്ത് പറയുന്നത്? എക്സ്പിറേഷൻ. മനസ്സിലായോ? ദിസ് ഇസ് എക്സ്പിറേഷൻ ആൻഡ് ദ ഫസ്റ്റ് പ്രോസസ് ഇസ് ഇൻസ്പിറേഷൻ. ഡ്യൂറിങ് ഇൻസ്പിറേഷൻ എന്നോട് പറയാം. ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ദ ഡയഫ്രം കോൺട്രാക്ട്സ് and also external intercostal muscles also contracts. External intercostal muscles and diaphragm contracting. അതിൻ്റെ ഫലമായിട്ട്
വേർട്ടിക്കൽ വോളിയം ഡോസോവെൻട്രൽ വോളിയം കൂടും. എവിടുത്തെ? തൊറാസിക് ക്യാവിറ്റിയിൽ. വോളിയം കൂടുമ്പോൾ തൊറാസിക് വോളിയം കൂടുമ്പോൾ നാച്ചുറലി പൾമണറി വോളിയവും കൂടും. വോളിയം കൂടുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം പ്രഷർ വിൽ ഡിക്രീസ്. ആസ് എ റിസൾട്ട് the gases move from high pressure region to the low pressure region, that is from atmosphere to the lungs. As a result, inspiration occurs. In case of expiration, the diaphragm muscles and intercostal muscles, external intercostal muscles relax ചെയ്യും. അപ്പോൾ ഡയഫ്രം വീണ്ടും ഡോം ഷേപ്ഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ റിബ്സ് പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? വോളിയം കുറഞ്ഞു. നേരത്തെ ഇൻക്രീസ് ചെയ്ത വോളിയം ഇല്ലേ, അത് പഴയ പോലെയായി. ഇപ്പോൾ വോളിയം കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രഷർ കൂടി. അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കല്ലേ ഗ്യാസ് മൂവ് ചെയ്യുക. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് എക്സ്പിറേഷൻ നടക്കുന്നത്. ഇനി ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ്റെ സമയത്ത്, ശക്തമായി അണയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ്റെ സമയത്ത് abdominal muscles and internal intercostal muscles also contract. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ്റെ സമയത്ത് അബ്ഡോമിനൽ മസിൽസും ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും കൂടി കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനാണ് എക്സ്പിറേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. മനസ്സിലായോ? ദിസ് ഇസ് കോൾഡ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഉള്ളത് എക്സ്പിറേഷൻ ഇൻസ്പിറേഷൻ.